അങ്ങനെ യാത്രികനും അദ്ദേഹത്തിൻ്റെ അനുഗാമിയും കൂടി ഇവിടെ എത്തിയിരിക്കുകയാണ്. മനോഹരമായ ഒരു യാത്രയാണ് അവർ പുറപ്പെട്ടിരിക്കുന്നത്. ഒരു വെയിറ്റിംഗ് ഷെഡിലാണ് അവർ എത്തിയിരിക്കുന്നത്. അത് ഒരു പഴയ വെയിറ്റിംഗ് ഷെഡാണ്, പക്ഷേ അത്യാവശ്യം ശക്തിയും ഉറപ്പുമുള്ള നല്ല സ്റ്റീൽ കമ്പികളാൽ ബലപ്പിച്ച ഒരു വെയിറ്റിംഗ് ഷെഡ്. അതുകൊണ്ട് തന്നെയാണ് അവർ തിരഞ്ഞെടുക്കുകയും ചെയ്തത്. യാത്രികൻ നമുക്ക് അപ്പുറത്തെ കടകളൊക്കെ കാട്ടിത്തരുന്നുണ്ട്. അദ്ദേഹം അല്പം ഒന്ന് ഫ്രസ്ട്രേറ്റഡ് ആണ്. കാരണം ഉദ്ദേശിച്ച ദൂരം സഞ്ചരിച്ചെങ്കിലും എത്തേണ്ട നേരത്തെത്തിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരിഭവം. ഇനി രാത്രി മൊത്തം ചിലവഴിക്കേണ്ടതായിട്ടുള്ളത് ഈ വെയിറ്റിംഗ് ഷെഡിലാണ്. കാരണം ഒരു റൂമൊന്നും ലഭ്യമായില്ല. അതുകൊണ്ട് തന്നെ കാലാവസ്ഥയെ പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പിൽ കൂടെയാണ് യാത്രികൻ. ക്യാമറ സഹയാത്രികനെ നൽകിക്കൊണ്ട് അദ്ദേഹം ആ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആദ്യം തലയിലിടാനൊരു സ്കാർഫും പിന്നീട് അതിന് മുകളിലെ ഹെൽമറ്റൊക്കെ ധരിക്കുകയാണ്. കാരണം രാത്രി ആയതുകൊണ്ട് തന്നെ തണുപ്പ് കൂടി വരികയാണ്. പിന്നെ അദ്ദേഹം വിശദീകരണങ്ങളിലേക്ക് കടക്കുകയാണ്. താൻ എങ്ങനെയാണ് ഈ വഴി എത്തിയതെന്നും ഇപ്പോൾ എന്താണ് അവസ്ഥയെന്നും പിന്നെ രാവിലെ എണീറ്റ് എന്തൊക്കെ ചെയ്യണമെന്നും അങ്ങനെ യാത്രയുടെ വഴിയിലുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ മിന്നിമാഞ്ഞു പോവുകയാണ്. അദ്ദേഹം വളരെയധികം വാചാലനാണ് ഇന്ന്. കാരണം അധികം ദൂരം അദ്ദേഹം സഞ്ചരിച്ചിരിക്കുന്നു ഇന്ന്. പക്ഷേ ഉദ്ദേശിച്ച സമയത്തെത്താൻ പറ്റിയില്ല. കാരണമായി അദ്ദേഹം ആ യാത്രയിൽ പല സ്ഥലങ്ങളിലും ട്രാഫിക് കാരണമൊക്കെ ബുദ്ധിമുട്ടിയിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വാചാലതയാണ് ഈ കാണുന്നത്. പക്ഷേ എത്തിയ സമയം വൈകിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഊർജ്ജസ്വലതയ്ക്ക് ഒട്ടും കുറവില്ല. അദ്ദേഹം വളരെയധികം സന്തോഷവാനാണ്. അദ്ദേഹം തലങ്ങും വിലങ്ങും പോകുന്ന വണ്ടികളെ നോക്കി സന്തോഷത്തോടെയാണ് സംസാരിക്കുന്നത്. പല്ലിൻ്റെ ക്ലിപ്പുകളിൽ കൂടെ വെളിച്ചം തട്ടി നമുക്ക് അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷനുകൾ ഇടയ്ക്കിടയ്ക്ക് ആയി വെളിച്ചത്തിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവം എന്ന് പറയുന്നത് ദീർഘമേറിയ ഒരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ അത് അദ്ദേഹം പറയുന്നത് അല്പം സമയം കൂടുതലെടുത്തെന്നും വരാം. അദ്ദേഹം തൻ്റെ സഹയാത്രികനോട് എന്തൊക്കെയോ വിവരണങ്ങൾ നടത്തി കൊടുക്കുകയും ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയായിരുന്നു കാര്യങ്ങൾ എന്നൊക്കെ. കാരണം താങ്കൾ രണ്ടുപേരും കൈമാറുന്ന ആശയങ്ങൾ കണ്ട കാഴ്ചകളും ഒക്കെ കൂടി അടുത്ത ദിവസം പ്രാബല്യത്തിൽ വരുത്താനുള്ള ഒരു തയ്യാറെടുപ്പാണ്. ഇതിനുശേഷം ഇനി അവർക്ക് ഭക്ഷണം കഴിക്കണോ എന്നൊക്കെ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. അതിനു മുന്നേ ഉള്ള ഒരു റെസ്റ്റിംഗ് ടൈം എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയും അല്പദൂരം യാത്ര ചെയ്യേണ്ടി വരും അങ്ങനെയാണെങ്കിൽ. കാരണം ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. കഴിക്കണമെങ്കിൽ ഇനി ഒരു അല്പദൂരം കൂടി യാത്ര ചെയ്ത് വേണം ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇങ്ങോട്ട് എത്തിപ്പെടാൻ. കാരണം ഇന്ന് റൂം എടുക്കുന്നില്ല എന്നാണ് യാത്രികൻ പറയുന്നത്. ഇവിടെ ഈ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന് സമയം ചിലവാക്കാം, പിന്നീട് രാവിലെ തന്നെ പുറപ്പെടാമെന്നാണ് യാത്രികൻ്റെ ഭാഷ്യം. ഇതൊരു കർണാടകത്തിലെ ഒരു കൊച്ചു ബസ് സ്റ്റോപ്പാണ്. അദ്ദേഹം നല്ല സന്തോഷവാനാണ്. കാരണം അദ്ദേഹം ഏറെ നാളായി ഇങ്ങനെ യാത്ര ആഗ്രഹിച്ച് അതിൻ്റെ ഒരു പൂർണ്ണമായൊരു സാഫല്യം എന്ന പോലെ അദ്ദേഹം ആ കാര്യങ്ങളെ കാണുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സംസാരം വളരെയധികം സുഖപ്രദമായിരിക്കുന്നു. യാത്രികൻ പറയുന്നത് ലോറിയെക്കുറിച്ചാണ്. ലോറി രാത്രി പോകുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നാണ് യാത്രികൻ പറയുന്നത്. ലോറിയുടെ ലൈറ്റുകളും മറ്റും പല കളറിലാണല്ലോ. അത് തന്നെ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ വലിയ ലോറികൾ പോകുന്നത് ഓരോന്നായി അദ്ദേഹം ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു അല്പദൂരം കൂടി അവർ മുന്നേക്ക് പോവുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാൻ അവർക്ക് ഏതായാലും ഒരു അല്പദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭക്ഷണം വാങ്ങി വേണം തിരിച്ചെത്താൻ. അതിന് പോയതാണ്. ഇപ്പോൾ അവർക്ക് ഭക്ഷണം അതുകൊണ്ട് തന്നെ ഇനി സഞ്ചരിച്ച് വേണം കടയിലെത്താൻ. ഇവിടെ പക്ഷേ നല്ലൊരു താവളമാണ്. ഇവിടെ നമുക്ക് ഇന്ന് രാത്രി കഴിയാം. അതിനു മുന്നേ ഭക്ഷണം നമുക്ക് വാങ്ങണം.
അപ്പോൾ ആഹാരം വേണമോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ കൂടിയുണ്ട്. കാരണം അഥവാ നമുക്ക് ഇന്ന് സ്കിപ്പ് ചെയ്താലോ അതോ പറ്റുമോ ഇല്ലയോ, പക്ഷേ നാളെ ടയേർഡാകുമെങ്കിലോ. അതിനിടയ്ക്ക് വീണ്ടും അദ്ദേഹം ചില ലോറികൾ പോകുന്നത് എടുത്ത് കാണിക്കുന്നുമുണ്ട്. ഏതായാലും ഭക്ഷണം വാങ്ങാം എന്നാണ് പേർ കൂടി തീരുമാനിക്കുന്നത്. കാരണം പുലർച്ചെ ഇനി യാത്ര തുടങ്ങുമ്പോൾ അവിടെ ഒരു ക്ഷീണം, അങ്ങനെ ഒരു അനുഭവം പാടില്ല. അത് യാത്രയെ വളരെയധികം ബാധിക്കും. പിന്നീട് ഇന്നത്തെ ആ യാത്രയുടെ ക്ഷീണം നാളത്തെ ബാധിച്ചു കഴിഞ്ഞാൽ മൊത്തം യാത്രയെ തന്നെ അത് വൈകിക്കും. ആ വിഷയം അങ്ങനെ കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് അവർ അത്രയധികം ശ്രദ്ധ ഭക്ഷണത്തിന് നൽകുന്നത്. എന്നാൽ ഇത്ര നേരം അവർ സംസാരിക്കുന്നതിനിടയിൽ അവർ മനസ്സിലാക്കിയിരുന്നില്ല, തങ്ങളുടെ എതിർവശത്തുള്ള ഒരു ഹോട്ടലുണ്ടായിരുന്നു, അവിടെ നിന്ന് അല്പം ഗ്രീൻ പീസ് കറിയൊക്കെ മണക്കുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹം മനസ്സിലാക്കിയത്. അത് യാത്രയെ വളരെയധികം ബാധിക്കും. പിന്നീട് ഇന്നത്തെ ആ യാത്രയുടെ ക്ഷീണം നാളത്തെ ബാധിച്ചു കഴിഞ്ഞാൽ മൊത്തം യാത്രയെ തന്നെ അത് വൈകിക്കും. ആ വിഷയം അങ്ങനെ കവർ ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് അവർ അത്രയധികം ശ്രദ്ധ ഭക്ഷണത്തിന് നൽകുന്നത്. എന്നാൽ ഇത്ര നേരം അവർ സംസാരിക്കുന്നതിനിടയിൽ അവർ മനസ്സിലാക്കിയിരുന്നില്ല, തങ്ങളുടെ എതിർവശത്തുള്ള ഒരു ഹോട്ടലുണ്ടായിരുന്നു, അവിടെ നിന്ന് അല്പം ഗ്രീൻ പീസ് കറിയൊക്കെ മണക്കുന്നുണ്ട് എന്നായിരുന്നു അദ്ദേഹം മനസ്സിലാക്കിയത്. പക്ഷേ നിർഭാഗ്യവശാൽ യാത്രയുടെ വാചാലതയിൽ അവർ മുങ്ങിയപ്പോഴേക്കും പല ലോറികളും നോക്കുകയും ഒരു ലോറിക്കാരൻ അവിടെ ചെന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ചു പോവുകയും ഒക്കെ ചെയ്ത സമയത്തിനിടയിൽ ആ ഹോട്ടൽ അടച്ചിരുന്നു. ഇപ്പോഴാണത് തിരിച്ചറിയുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ തീർച്ചയായും യാത്ര ചെയ്യണം എന്നായി. അവർ കരുതിയിരുന്നത് ആ ഹോട്ടലിൽ കയറി അല്പം എന്തെങ്കിലും കഴിച്ചാൽ മതിയെന്നാണ്. ഇനി അത് പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അല്പം ദൂരം പോവേണ്ടതായിട്ടുണ്ട്, കാരണം രാത്രി ഏറെ വൈകിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ സഞ്ചരിച്ച് ഒരു ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ഒരു വലിയ മെനു തന്നെ മുന്നിൽ കൊണ്ടുവച്ച് തന്നു. ഇനിയിപ്പോൾ അതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന ഈ ചിന്ത. സാധാരണ ലഭിക്കുന്ന തരം ഭക്ഷണങ്ങളൊന്നും അവിടെ ലഭ്യമല്ല. അങ്ങനെ ഒരല്പം പ്ലെയിൻ റൈസും ചില്ലി ഗോപിയും വാങ്ങി നമ്മൾ വീണ്ടും ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. ബൈക്കൊക്കെ നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് കയറ്റി വെച്ചു. കാരണം ബൈക്കൊക്കെ അടുത്തിരിക്കുന്നത് കൂടുതൽ സുഖകരമാവും. മാത്രമല്ല തല ബൈക്കിൻ്റെ സീറ്റിൽ വെച്ച് കിടന്നുറങ്ങാനൊക്കെ അത് സൗകര്യപ്രദവുമാണ്. അതുകൊണ്ട് തന്നെ ബൈക്കൊക്കെ ബസ് സ്റ്റോപ്പിന് അകത്തേക്ക് കയറ്റി വെക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇനി ഭക്ഷണം എടുത്ത് നല്ല രീതിയിലൊന്ന് കഴിക്കണം. ആവശ്യത്തിന് വെള്ളവും നമ്മൾ കരുതിയിട്ടുണ്ട്. ഏതായാലും നല്ല ചൂട് ഭക്ഷണമാണ്. അധികം വെച്ചിരുന്ന് വൈകിക്കണ്ട എന്നാണ് രണ്ടാളുടെയും ഭാഷ്യം. യാത്രികൻ അങ്ങനെ തയ്യാറെടുത്തു. ഒരല്പനേരത്തിനുള്ളിൽ വയർ ഫുള്ളാക്കണം, എന്നിട്ട് വേണം കിടന്നുറങ്ങാൻ. ഉറക്കം ചെറുങ്ങനെ വന്നു തുടങ്ങിയിരിക്കുന്നു. ഇത് ചില സമയത്ത് ഭക്ഷണം വാങ്ങിക്കഴിയുമ്പോൾ ഭക്ഷണം വേണ്ട എന്ന് തോന്നുന്ന ഒരു അവസ്ഥയാണ് വന്നിട്ടുള്ളത് എന്നാണ് യാത്രികൻ പറയുന്നത്. കാരണം ഇത്രയും നേരം നല്ല വിശപ്പാണ്. ഭക്ഷണമൊക്കെ വാങ്ങി ഇത്ര ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അത് വേണ്ടെന്ന് തോന്നുന്നു. യാത്രികൻ പാമ്പിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നു. കാരണം കാടിനടുത്തുള്ള ഒരു സ്റ്റോപ്പാണ്. അപ്പോൾ തന്നെ വല്ല പാമ്പും കയറുമോ എന്നൊക്കെയാണ് അടിച്ചു നോക്കുന്നത്. അങ്ങനെ അതൊക്കെ ഉറപ്പുവരുത്തുന്നു. ബൈക്ക് അരികിലേക്ക് വച്ചത് നമുക്ക് സുഖകരമായി എന്നൊക്കെയാണ് യാത്രികൻ പറയുന്നത്. ഏതായാലും അവർ നമുക്ക് കുറേയധികം
ടിഷ്യൂ പേപ്പറൊക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെ ബൈക്കിന് ഒരരികിലായി തിരികെ വെക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഇനി വേണം മൃഷ്ടാന്നമായി ഒന്ന് ഭക്ഷണം കഴിക്കാൻ. കാര്യമായി ക്വാണ്ടിറ്റി ഇല്ലെങ്കിലും രുചികരമാകും എന്നുള്ള വിശ്വാസം രണ്ടു പേർക്കുമുണ്ട്. അങ്ങനെ ആയിരിക്കണം എന്നാണ് രണ്ടുപേരും ആഗ്രഹിക്കുന്നത്. കാരണം നല്ല ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി അല്ലാതെ കുറച്ചധികം ദൂരം അവർക്ക് സഞ്ചരിച്ചതിൻ്റെ ആ ഭക്ഷണത്തിലൂടെ ലഭിക്കും എന്നുള്ള ആശ്വാസത്തിലാണ് അദ്ദേഹം അങ്ങനെ സ്പൂണൊക്കെ എടുത്ത് തമ്മിൽ കൊട്ടി നോക്കുകയാണ്. തൻ്റെ ഒരു ആശ്വാസമാണ് അതിലൂടെ യാത്രികൻ കാണിക്കുന്നത്. ഇത് ഒന്നുമില്ല, കുറച്ച് പ്ലെയിൻ റൈസാണ്. അദ്ദേഹം നമുക്ക് ആ റൈസിൻ്റെ പാത്രം തുറന്നു കാട്ടുകയാണ്. നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് യാത്രികൻ പറയുന്നത്. നല്ല ക്വാണ്ടിറ്റിയിൽ പനീർ ചില്ലി ലഭിച്ചു എന്നും യാത്രികൻ പറയുന്നു. ഇത് ചിക്കൻ ചില്ലി ആയിരുന്നെങ്കിൽ എന്നൊക്കെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടത്രേ. ഇത് ചിക്കൻ ചില്ലിയാണ് നമ്മൾ വാങ്ങിയത്. പനീർ ചില്ലിക്ക് വേണ്ടിയാണ് നമ്മൾ ആദ്യം പറഞ്ഞതെങ്കിലും നമ്മൾ പിന്നീട് ചിക്കൻ ചില്ലി പ്രിഫർ ചെയ്യുകയായിരുന്നു. എളുപ്പം കഴിക്കാൻ വേണ്ടി അദ്ദേഹം പാത്രത്തിൻ്റെ അടപ്പിലേക്ക് ഒരല്പം അരി മാറ്റി വെച്ചു, ചോറ്. ഇനി നമുക്ക് അത് ഈ കറി കൂട്ടി കഴിക്കാം. അദ്ദേഹം ആദ്യം ഒരു ചെറിയ കഷ്ണം മാത്രമേ എടുത്തുള്ളൂ. അത് എങ്ങനെയുണ്ടെന്ന് നോക്കണം. പെട്ടെന്ന് വാരി കഴിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമായി. അദ്ദേഹം അത് ചൂടോടെയാണ് കഴിക്കുന്നത്. നല്ല ചൂടുണ്ട്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് വേണം കരുതാൻ. അദ്ദേഹം അടുത്ത ഒരു സ്പൂണിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അതിനിടയിൽ രുചിയെക്കുറിച്ച് അദ്ദേഹം വാചാലനാവുന്നുമുണ്ട്. നല്ല രുചിയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ചൂടായതുകൊണ്ട് തന്നെ കണ്ടമാനം അദ്ദേഹം വായിൽ വെക്കാൻ ശ്രമിക്കുന്നില്ല. ഫ്ലാഷ് ലൈറ്റൊക്കെ നമുക്ക് ബാഗിൻ്റെ സൈഡിൽ കാണാം. അതിമനോഹരമായാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. സൈഡിലേക്കൂടെ വലിയ ലോറികൾ പാഞ്ഞു പോകുന്ന ശബ്ദം കാതിലേക്ക് അടുത്തു വരികയാണ്. റോഡിനോട് വളരെ ചേർന്നാണ് നമ്മൾ ഇരിക്കുന്നത്. യാത്രികൻ അതിലൊന്നും വലിയ ശ്രദ്ധയില്ല. യാത്രികൻ വീണ്ടും വാചാലനാവുകയാണ്. യാത്രികനെ സംബന്ധിച്ചിടത്തോളം അടുത്ത ദിവസത്തെ യാത്രയെക്കുറിച്ചാണ് ചിന്ത. അദ്ദേഹം വീണ്ടും നാളെ ഇത്ര മണിക്ക് എഴുന്നേൽക്കണം. പിന്നെ നമുക്ക് പോകുന്ന വഴിയിലുള്ള വെള്ളത്തിൻ്റെ ലഭ്യത ഇങ്ങനെ ബോട്ടിലിൽ വാങ്ങിയാൽ മതിയോ അതോ പെട്രോൾ പമ്പിൽ നിന്ന് എടുക്കുന്നത് എത്രമാത്രം സേഫാണ് തുടങ്ങിയവയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ വിഷയം അദ്ദേഹം മുന്നേ സംസാരിച്ച വിഷയം തന്നെയാണ്. പക്ഷേ അദ്ദേഹത്തിന് എന്നാലും അത് വീണ്ടും ആവർത്തിച്ച് പൂർത്തീകരിക്കണം, അല്ലെങ്കിൽ അതിന് കൂടുതൽ വ്യക്തത വരുത്തണം എന്നിത്യാദി ചിന്തകളാണ്. എന്നാൽ അതിനിടയിൽ ഭക്ഷണം കഴിക്കുന്ന കാര്യം വളരെയധികം ശ്രദ്ധിക്കുന്നുമുണ്ട്. വീണ്ടും അദ്ദേഹം ഭക്ഷണം കഴിക്കുകയാണ്. അദ്ദേഹത്തിന് കറി നല്ലതായി ഇഷ്ടപ്പെട്ടു. പക്ഷേ ചെറിയ സ്പൂണാണ്. അതുകൊണ്ട് തന്നെ അല്പം വായി നിറയെ ഒന്ന് കഴിക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നുമില്ല. കുറച്ച് വേണം അദ്ദേഹത്തിനടുത്ത് കഴിക്കാൻ. ക്യാമറാമാന് എങ്ങനെ അല്പമെങ്കിലും ഒന്ന് കഴിക്കാനുള്ള സമയം കിട്ടുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ തീർക്കാമെന്നായി യാത്രികൻ.
ഏകദേശം ആ അടപ്പിലുള്ളതൊക്കെ അദ്ദേഹം തീർത്തിരിക്കുന്നു. ഇനി പുതിയതായി അല്പം കൂടി ചോറ്, പിന്നെ അല്പം കൂടി കറി. നല്ല രസമുണ്ട്. ഏതായാലും അല്പം തണുപ്പ് തുടങ്ങിയത് കൊണ്ട് തന്നെ ഈ ചൂട് ചോറും അതിനൊപ്പമുള്ള ഈ ചില്ലി ചിക്കനും അദ്ദേഹം കൂടുതൽ ഊഷ്മളതയോടെയാണ് കഴിക്കുന്നത്. ക്യാപ്സിക്കം അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫേവറേറ്റ് ഭക്ഷണമാണ് ഈ ചില്ലി ചിക്കനിൽ. അത് എപ്പോഴും ഒരു നല്ല ക്രഞ്ചി ഫീൽ നമുക്ക് തരും. വാവ്, അദ്ദേഹം നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട്. അല്പം ചാറ് കൂടി ഒഴിച്ച് അദ്ദേഹം മിക്സ് ചെയ്ത് കഴിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാചാലത മെല്ലെ മെല്ലെ കറിയിലേക്കും ഭക്ഷണത്തിലേക്കും എത്തിയിരിക്കുന്നു ഗൈസ്. യാത്രികൻ ഭക്ഷണത്തിന് ശേഷം പറയുന്ന കാര്യം ഇതാണ്: നല്ല സ്പൂണ്. ഇത്രയും നല്ല ആഹാരം കഴിച്ചു എന്നുള്ളതിനെക്കാട്ടി അദ്ദേഹത്തെ വളരെയധികം ആകർഷിച്ചത് നല്ല സ്പൂണ് എന്നുള്ളതാണ്. തീർച്ചയായും സ്പൂൺ നല്ലതാണ്, അതിലേറെ നന്നായിരുന്നു ആ കറി എന്നുള്ളതല്ല അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വീക്ഷണം തീർത്തും വ്യത്യാസമാണെന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു.